ഹലോ. പറയാം ഞാന് എനിക്ക് പറയാനുള്ളത് വന്നിട്ട് റിപ്പോർട്ടർ ചാനലിനെ ആദ്യം അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചത് തന്നെ. എന്താ കാരണം എന്ന് വെച്ച് പറഞ്ഞാല്, നിങ്ങള് ഇന്ന് തുടങ്ങിയ ലൈവല്ല, ഇന്നലെ തുടങ്ങിയ ലൈവല്ല. നിങ്ങൾ ഷിങ്കൂരിൽ അർജുനന് വേണ്ടി തുടങ്ങിയ ലൈവാണ്. അന്ന് മുതൽ ഇതാ വയനാട്ടിൽ വന്ന് ഇതുവരെ നിങ്ങൾ അത് കാണിച്ച ആ ദുരന്ത മുഖത്ത് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം, അതൊന്ന് അഭിനന്ദിക്കുകയും കൂടി വേണം. അതിൽ പോരാത്തതിന് നിങ്ങളോട് എനിക്കൊരു അപേക്ഷ കൂടി എനിക്ക് ഈ ചാനലിനോട് വെക്കാനുണ്ട്. മറ്റുള്ള ചാനലിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഈ ചാനലിൽ അത് പറഞ്ഞാലേ എനിക്കത് എനിക്കത് തോന്നുന്നത്. അതായത് രണ്ട് ദിവസം ഓക്കെ പറഞ്ഞോളൂ. കേൾക്കാം. താങ്കൾക്ക് എന്താണ് നിർദ്ദേശം നൽകാനുള്ളത്? 2 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ 2-3 ദിവസമായി എനിക്ക് സോഷ്യൽ മീഡിയയിലെ ഈ ഫേസ്ബുക്കിലൂടെ ഈ നമ്മള് ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ, CMRDFിലേക്ക് സംഭാവന നൽകുന്നത്, അത് കൊടുക്കരുത് എന്ന് പ്രചരണം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തുനിന്ന്. അത് ഏത് ഐഡിയയിലാണ് ഇവര് ഇതെല്ലാം ഉപയോഗിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ അത് നോക്കുമ്പോ ഇപ്പൊ വ്യാപകമാണ് 2 ദിവസമായിട്ട്. അത് ദയവായിട്ട് അതിനെതിരായിട്ട് നിങ്ങൾ ഈ ലൈവിലൂടെ ഒന്ന് പ്രചരിപ്പിക്കുകയാണ് പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നണേ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടക്കുന്ന ചില ആൾക്കാര്, ദുഷിച്ച ആ മനസ്സ് ചിലർക്ക് ഇപ്പോഴും പിശാചിന്റെ മനസ്സുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. എന്താന്ന് വെച്ച് പറഞ്ഞാല്, നമ്മള് ഇപ്പോ ജീവൻ പൊലിഞ്ഞവര് 318 318 എന്തോ കാണിക്കുന്നുണ്ട് ചാനലില്. പക്ഷെ എത്രയോ പേര് ജീവനോടെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകുക എന്ന് വെച്ച് പറഞ്ഞാൽ ഒന്ന് നേരിട്ട് നമ്മൾ കൊണ്ടേ കൊടുക്കുന്നതിന് അത് സർക്കാർ ചെയ്യുന്ന പോലെ വരില്ല. അപ്പൊ ആ സർക്കാരിന്റെ അടുത്ത് കയ്യിൽ എത്തരുത് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് ചിലവരാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. അത് ചില ഉന്നത നേതാക്കന്മാർ പോലും, ചില പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാരുടെ പോസ്റ്റ് പോലും ഞാൻ കാണാൻ ഇടവന്നു. അത് വളരെ ദുഃഖം എനിക്ക് രേഖപ്പെടുത്തുന്നു. ദയവായിട്ട് തീർച്ചയായും റഫീഖ്, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. അത്തരത്തിൽ പല കോണുകളിൽ നിന്നുള്ള വിദ്വേഷ പ്രചരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിന് മറുപടിയും നൽകിയിട്ടുണ്ട്. CMDRF ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നു എന്ന മട്ടിൽ, അതിലേക്ക് പണം നൽകരുത് എന്ന മട്ടിലുള്ള പോസ്റ്റുകളും പ്രചരണം ഒക്കെയുണ്ട്. അത് പൂർണ്ണമായും തള്ളിക്കളയാമെന്ന് തന്നെയാണ് റിപ്പോർട്ടർ TVക്കും പറയാനുള്ളത്. CMDRF ഫണ്ട് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. ഈ ദുരന്തം ഉണ്ടായി, ഈ ദുരന്ത ബാധിതർക്ക് സഹായം എത്തിക്കുക എന്ന ഉത്തരവാദിത്തം നമുക്കുമുണ്ട്. കഴിയുന്നവർ അതിലേക്ക് സംഭാവന നൽകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അർഹതപ്പെട്ടവർക്ക് ആ പണം എത്തും സർക്കാർ സംവിധാനങ്ങളിലൂടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. റിപ്പോർട്ടർ TV ഇടയ്ക്കിടെ CMDRFിൻ്റെ അതിലേക്ക് സംഭാവന ചെയ്യാനുള്ള QR കോഡ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ സ്കാൻ ചെയ്ത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതിലേക്ക് പണം അയക്കാവുന്നതുമാണ്. വയനാട്ടിൽ ദുരന്തബാധിത മേഖലയിൽപ്പെട്ടവരെ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരെ, മടങ്ങിപ്പോകാൻ ഒരു വീടില്ലാത്തവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരെ, തൊഴിൽ നഷ്ടപ്പെട്ട, തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ട, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ, സ്വരുക്കൂട്ടിയുണ്ടാക്കിയ, EMI ഒക്കെയായി വാങ്ങിയ വാഹനങ്ങൾ നഷ്ടപ്പെട്ട, അങ്ങനെ എല്ലാം നാമാവശേഷമായി പോയി ക്യാമ്പുകളിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ കഴിയുന്ന നിരവധി മനുഷ്യരുണ്ട്, നൂറുകണക്കിന് മനുഷ്യരുണ്ട്. അവർക്ക് കൈത്താങ്ങാകണം. അതിന് സർക്കാരിനൊപ്പം മറ്റ് സംവിധാനങ്ങൾക്കൊപ്പം തന്നെ നമ്മളും കൂടെ നിൽക്കണം. അത് ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു സഹജീവി എന്ന നിലയിൽ നമ്മുടെ കടമ കൂടിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ താല്പര്യമുള്ളവർക്ക്, റഫീഖ് പറഞ്ഞതുപോലെ അവരെ, വയനാട്ടിലുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടർ TVയും ആ QR കോഡ് നൽകുന്നുണ്ട്. അതിൽ സ്കാൻ ചെയ്ത് പണം നൽകാവുന്നതാണ്.